ബംഗളൂരുവിൽ ATMിൽ നിറയ്ക്കാൻ പണവുമായി വന്ന വാനിൽ നിന്ന് 7.11 കോടി തട്ടിയ കേസിൽ പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിലായി. പോലീസ് കോൺസ്റ്റബിൾ അണപ്പ നായിക്കിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? മഞ്ജുഷ്, നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ഒരു ATMിൽ പണം നിറയ്ക്കാൻ പോകുന്ന വാഹനത്തിൽ നിന്ന് RBIയുടെ ഉദ്യോഗസ്ഥർ ചമഞ്ഞുകൊണ്ട് 7.11 കോടി രൂപ തട്ടിയെടുത്ത സംഭവം. അതിൽ പിന്നാലെ ഇതിലിപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം വരുന്നത് ഇതിന് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അണ്ണപ്പ നായിക്ക് ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള സംശയമാണ് പുറത്തു വരുന്നത്. ഒരു യുവാവാണ് ഇയാൾ. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇയാളുടെ പങ്ക് തെളിഞ്ഞാൽ ഉടൻ തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്യും. മാത്രമല്ല ഈ സംഘത്തിന് കാർ വിട്ട് നൽകിയ 2 പേർ കൂടി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. കൂടാതെ ആ CMS ഏജൻസിയുടെ വാഹനത്തിലുണ്ടായിരുന്ന 4 പേർ കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവർക്കും ഈ തട്ടിപ്പിന് പണം തട്ടിയെടുക്കാൻ വന്ന ആളുകളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ശക്തമായ സംശയങ്ങളുണ്ട്. കാരണം പെട്ടെന്ന് ഗവൺമെന്റ് RBIയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് സമീപിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന എല്ലാ കാര്യവും ഈ പണവും കൊണ്ടുപോയ വാഹനത്തിലുള്ളവർ സമ്മതിച്ചു കൊടുത്തു, അവർക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള 4 പേർ ഉൾപ്പെടെ 7 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരു പോലീസുകാരനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. ഇത് നടക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു 12:30-1 മണിയോടുകൂടി സൗത്ത് ബംഗളൂരുവിലെ ജയനഗറിലാണ്. അതായത് ഈ CMSന്റെ വാഹനം 7 കോടി രൂപയുമായി HDFC ബാങ്കിന്റെ ഒരു ശാഖയിലുള്ള 7 കോടി രൂപയുമായി ഈ വാഹനം കടന്നു പോകുമ്പോഴാണ് ഉച്ചയ്ക്ക് ജയനഗറിൽ വെച്ചിട്ട് ഒരു ഇന്നോവ കാറിൽ, അതായത് KA03 NC 8052 എന്ന നമ്പറുള്ള ഒരു ഇന്നോവ വാഹനം ഈ പണം കൊണ്ടുപോകുന്ന വാഹനത്തെ തടഞ്ഞു നിർത്തുന്നു. അതിന്റെ ബാക്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചിരുന്നു. ഈ വാഹനത്തിൽ നിന്ന് 6 പേർ ഈ വാഹനത്തിന് കുറുകെ എടുത്ത് കാര്യങ്ങൾ പറയുന്നു. അതായത് തങ്ങൾ RBIയിൽ നിന്ന് വരുന്നതാണ്, ഇത്രയും നിങ്ങൾ 7 കോടി രൂപയോളം വാഹനം കൊണ്ടുപോവുകയാണ്, ഇതിൽ സംശയമുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഒഴിച്ചു ബാക്കി 3 പേരും വാഹനത്തിൽ നിന്ന്, അതായത് തോക്കുധാരികളായിട്ടുള്ള 2 പേരും വാഹനത്തിന് പണമെല്ലാം കസ്റ്റോഡിയനായിട്ടുള്ള ഒരാളടക്കം 3 പേരെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കുന്നു. അതിനുശേഷം ഈ വാഹനത്തിലുള്ള പണമെല്ലാം ടെസ്റ്റ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് ഈ 3 പേരെയും ഞങ്ങൾ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്നുവെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ RBI ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയ തട്ടിപ്പുകാർ ഇവരോട് പറഞ്ഞത്. അതിനുശേഷം ഡ്രൈവറോട് പറയുന്നു, ഈ 3 പേരും ഞങ്ങൾ കസ്റ്റഡി എടുക്കുന്നു, നിങ്ങൾ ഈ വാഹനവും കണ്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നു. അടുത്ത ഡയറി സർക്കിൾ ഫ്ലൈ ഓവർ എന്നൊരു സ്ഥലമുണ്ട്, ആ വഴി പോകാൻ നിർദ്ദേശിക്കുന്നു. അതിനുശേഷം ഈ വാഹനവുമായി പോയ വണ്ടിയെ, CMS ഏജൻസിയുടെ വണ്ടിയെ ആദ്യം പറഞ്ഞുവിട്ട ശേഷം ഈ വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെയും കൊണ്ട് ഈ തട്ടിപ്പ് സംഘം മുന്നോട്ട് പോകുന്നു. എന്നിട്ട് ഈ സർക്കിൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് CMS ഏജൻസിയിൽ നിന്ന് പിടികൂടിയ 3 പേരെ ഇവർ വഴിയിൽ ഇറക്കി നിർത്തിയ ശേഷം ഈ ഫ്ലൈ ഓവറിന്റെ CCTV ഇല്ലാത്ത ഭാഗത്ത് നീങ്ങിയ ശേഷം ഇവർ ഈ പണവുമായി പോയ ഡ്രൈവർ മാത്രമുള്ള വാഹനത്തെ തടഞ്ഞു നിർത്തി ഡ്രൈവറെ തോക്ക് ചൂണ്ടി തോക്കിൻമുനയിൽ നിർത്തിയ ശേഷം ഈ 7 കോടി രൂപയും ഇന്നോവയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അവിടുന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല ഈ CMS ഏജൻസിയുടെ ഒരു മുൻ ഉദ്യോഗസ്ഥന് ഈ ഒരു തട്ടിപ്പുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു സൂചന കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. കാരണം ഈ റോബറി നടക്കുന്നതിന് കൃത്യം 18 മിനിറ്റ് മുമ്പ് ഈ പണവുമായി പോയ വാഹനത്തിന് GPS സിഗ്നൽ ലോസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ GPS കട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അതായത് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു 6 പേർ നേരിട്ടിറങ്ങുകയും അതിനു മുകളിൽ ആളുകൾ പരോക്ഷമായി ഇതിനു പിന്നിലുണ്ട് എന്നുള്ള രീതിയിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. അതായത് അതിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അണ്ണപ്പ നായിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരു 7.11 കോടി രൂപ വില വരുന്ന 11 കോടി രൂപ ഇവർ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതും ആസൂത്രണം ചെയ്തിട്ടുള്ള കൃത്യമായി അതീവ സുരക്ഷയുള്ള തോക്കുധാരികളായിട്ടുള്ള സുരക്ഷാ ഭടന്മാരുള്ള ഒരു വാഹനത്തിൽ നിന്നാണ് ഇവർ അതിശക്തമായ രീതിയിൽ ഇത്ര ആസൂത്രണം ചെയ്ത് 7 കോടി 11 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ. ശരി അഭിലാഷ്, എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പോലീസ് കോൺസ്റ്റബിൾ തന്നെ ഈ മോഷണത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള വിവരം ഞെട്ടിക്കുന്നത് തന്നെയാണ്.